ധർമ്മപ്രമാണം. ധർമ്മപ്രമാണം വ്യൂവേഴ്സിക്ക് ഒരിക്കൽ கூட സ്വാഗതம். வாத்தியார் ஆற்றுல ஐயப்பன் ஃபோட்டோ இருக்குது. சனிக்கிழமை ஐயப்பன் ஃபோட்டோவுக்கு முன்னால் எள்ளுத்திரி கொளுத்தலாமா? ചില ആചാരങ്ങൾ ഇപ്പോൾ എള്ളുതിരി മാതിരി ആത്തിൽ കത്തിക്കറ, ഓരോരുത്തർ തിരിയാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യറ. ഇതെല്ലാം തെറ്റാന കാര്യമാക്കും. എള്ളു തിരിയെ, അതായത് എള്ള ഒരു തിരിയ എണ്ണയിലെയോ നെയ്യിലെയോ മുക്കി കൊളുത്തപ്പാങ്കിലേ തീ കൊളുത്തപ്പാങ്കിലേ ആത്തിൽ അത് പിതൃകോപத்துக்கு ആളാകും. ഇല്ലേ പിതൃകോപം அந்த പിതൃദോഷം ആത്തിൽ ഉണ്ടാകുന്നുള്ളൊരു വിധി കൂടി ഇരിക്കും. നമ്മൾ തെരിയാക്കി അരകുറയാ ടി വി ചാനലുകളിലെല്ലാം ഓരോ ജ്യോത്സ്യന്മാരെ അരകുറയാ ഇനത്തെയോ ചൊല്ലിവിടറ ഓരോരുത്തർക്ക്. ഒരു കാര്യം പ്രത്യേകമായി தெரிஞ்சுக்கோ, ചില ആചാരങ്ങളൊന്നും ബ്രാഹ്മണ ആൾക്ക് അത് ചൊല്ലിയിട്ടില്ല. കാരണം സന്ധ്യാവന്ദനം ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുந்திருக்கிறது. സന്ധ്യാവന്ദനം സ്ത്രീകൾക്കാന തുളസിക്ക് വെള്ളം വിടുறது, കോലം പോടുறது. അതേമാതിരി മാധ്യാനികം, ദേവഋഷി തർപ്പണങ്ങൾ, സായം സന്ധ്യാവന്ദനം, ജപങ്ങൾ, இந்த ചിട്ടകളെല്ലാം ബ്രാഹ്മണ ആൾക്ക് മാത്രം தான் ചൊല്ലിയിരിക്കും. അതേസമയം ബാക്കിയുള്ള ആൾക്കൊന്നും ചൊല്ലിയിട്ടില്ലേന്ന് അർത്ഥം. അപ്പം അവൾക്കാർക്കും ചില ആചാരങ്ങൾ ചൊല്ലിയിരിക്കും. അതും അപ്പോഴും ആത്തിലെ കൊളുത്താതെ നിന്ന് അവൾക്കുള്ള ആചാരങ്ങളിലെയും അത് ഞാൻ ചൊല്ലിയിരിക്കും. കാരണം ആത്തിലെ എള്ളു തിരികെ കൊളുത്താതെ. അതേസമയം ഈ കോവിലിൽ വെക്കോ, கோவிலில் சுவாமிக்கு முன்னாடி அந்த ஐயப்பன் சொன்ன அந்த பகவானுக்கு முன்னாடி கலியுக வரதனாகுமே, கலியுகத்திലുള്ള ഒരു സ്വാമി, അവരുടെ ആചാരത്തിൽ அந்த എള്ളുതിരിയെ കൊളുത്തിക്കോ. ഇല്ലേ ശനൈശ്വരനുക്ക് പുറേ അങ്ങ് എള്ളുതിരിയെ വെച്ചുക്കോ. അതെല്ലാം കോവിൽ അതോട് വിധിയെ വേറെ. അതെയും ആത്തിലുള്ള വിധിയുമാ കലത്തപ്പാങ്കിലെ. അപ്പം ആത്തിലെ എള്ളുതിരി കൊളുത്തുന്നത് തെറ്റാന കാര്യമാക്കും. അങ്ങ് ദുരിതം വന്നു ചേരും. അത് ഒരു കാലം ചെയ്യാതെന്തോ അതാ അതോട് ശരിயான ശാസ്ത്രം.